കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BCS 012 BCA ന്യൂവിലെ ബേസിക് മാത്തമാറ്റിക്സിലെ ഒരു PYQA ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഡാറ്റ ഡ്രിവൻ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഈ ഡിസംബർ 2025 എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനും കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പറയുന്നത്. അതായത് നമ്മുടെ ഒഫീഷ്യൽ സിലബസ് മാപ്പ് ചെയ്യുമ്പോഴും ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത്, അതുപോലെ ഹൈ ഈൽഡ് ഏരിയാസ് ഏതൊക്കെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഏറ്റവും എളുപ്പം ടാർഗറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയാസ്. ഇതിലൂടെ നമ്മൾ റിവിഷൻ ക്ലാസ്സസും വളരെയധികം സ്പീഡിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ അവസാനം നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. +1 ഡോക്യുമെന്റ് റോഡ് മാപ്പ് സിലബസ് മാപ്പിംഗ് ആണ് പറയുന്നത്. നമ്മൾ നമ്മുടെ സിലബസിനെ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. അതായത് അൾജിബ്ര 1 2 ആൻഡ് കാൽക്കുലസ് ആൻഡ് വെക്ടേഴ്സ് ആൻഡ് 3D ജിയോമെട്രി, ലീനിയർ പ്രോഗ്രാമിംഗ് എന്നിവയുള്ളതായിട്ട്. ഇതിലൂടെയുള്ള ഓരോ ഹിസ്റ്റോറിക്കൽ റിലവൻസും അതുപോലെ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും സിലബസിന്റെ ഓരോ ഏരിയാസിൽ നിന്നും എടുത്ത് നമ്മൾ ഈ ഗൈഡിലൂടെ പറയുന്നുണ്ട്. ഇനി എക്സാം പാറ്റേൺ അനാലിസിസ്, എക്സാമിന്റെ ഫോർമാറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ ഓരോ സെഷൻസിലും എത്രത്തോളം മാർക്കാണ് നമുക്ക് വരുന്നത്, അതായത് നമ്മുടെ കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അതുപോലെ ചോയ്സ് ബേസ്ഡ് ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റിനനുസരിച്ച് ഒരു ഗൈഡൻസോട് കൂടി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വൺ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമുക്ക് ആവർത്തിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തു പോരുന്നു. നെക്സ്റ്റ് വൺ ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ. ഈ വരുന്ന ഡിസംബർ 2025 എക്സാമിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ട വിധത്തിലുള്ള ഇനി വരുന്ന പ്രഡിക്ഷനിൽ അനുസരിച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നു. ഇനി മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ എക്സാമിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതെന്നും റീസൺ സെഷൻ അനുസരിച്ച് നമുക്ക് യാതൊരു ഡിഫിക്കൽട്ടിയും കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്റ്റൈലായിട്ട് ഈ ഒരു പേപ്പർ നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. നമ്മുടെ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മുടെ മാർക്കിംഗ് സ്കീമിന് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു പാറ്റേണും കാര്യങ്ങളും നമ്മളിതിലൂടെ പറയാൻ പോകുന്നുണ്ട്. ഇനി മെത്തഡോളജിയാണ് പറയുന്നത്. വരുന്ന എക്സാമിന് 2021 to 2025 മൾട്ടിപ്പിൾ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അതിലുള്ള കണ്ടന്റ്സ് ഒക്കെ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്നതും ഓരോ സെഷനിൽ നിന്നും എത്ര വെയിറ്റേജിനാണ് മാർക്സ് വരുന്നതെന്നുമുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ള ഇനി വരുന്ന എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള ഓരോ കാര്യങ്ങളും, അതുപോലെ ഏതൊക്കെ ബ്ലോക്സ് ആണ് ഏതൊക്കെ യൂണിറ്റ് ആണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമ്മൾ കവർ ചെയ്ത് പോരുന്നു. സോ ഇത് നിങ്ങളുടെ ഡിസംബർ 2000 എക്സാമിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ ബ്ലോക്സും അതിലൂടെയുള്ള യൂണിറ്റ്സും അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക്സ്, അതിൻ്റെ അപ്പിയറൻസ് എത്രത്തോളം ഉണ്ടെന്നും റെലവൻസ് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു ടേബിളിലൂടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 ആൾജിബ്ര 1 യൂണിറ്റ് 1 ഡിറ്റർമിനൻസ് ഒരു ഹൈ അപ്പിയറൻസ് ചെയ്ത ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ഏരിയയാണ്. ഡിറ്റർമിനൻസ്
ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്നുള്ളത് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. സോ ആ ഒരു ടോപ്പിക് എന്തായാലും നിങ്ങൾ നോക്കി പോവാം. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 ആൾജിബ്രയിലെ യൂണിറ്റ് 2-ലെ സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എലമെന്ററി റോ ഓപ്പറേഷൻസ് റാങ്ക് ഇൻവേഴ്സ് ബൈ ഇയർ ഓ നോർമൽ ഫോം എന്നുള്ളതും 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4-ലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് 11 ടൈംസ് ഹൈ കാറ്റഗറിയിൽ വരുന്ന 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് APGP HP എന്നുള്ള. അതിൻ്റെ സംസ് ടു എൻ കാണാൻ AGP സംസ് ഓഫ് സ്ക്വയേഴ്സ് ഓർ ക്യൂബ്സ് എന്നുള്ളത്. അതുപോലെ 14 ടൈംസ് അപ്പിയർ ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് യൂണിറ്റ് 2-ലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2-ലെ ഒൾജിബ്ര കോൺജുഗേറ്റ് മോഡുലസ് പോളാർ ഫോം ഡിമോവി എന്നുള്ളത്. അതുപോലെ 18 ടൈംസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3-ലുള്ള ക്വാഡ്രാറ്റിക് ക്യൂബിക് ബൈ ക്വാഡ്രാറ്റിക് ഫോമിംഗ് ഇക്വേഷൻ ഫ്രം റൂട്ട്സ് എന്നുള്ളത്. ഇനി പറയുന്നത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലീനിയർ ഓർ അബ്സല്യൂട്ട് വാല്യൂ സിസ്റ്റംസ് ഗ്രാഫിംഗ് സൊല്യൂഷൻ സെറ്റ്സ് എന്നുള്ളത്. അടുത്തത് ലോ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡെറിവേറ്റീവ് റൂൾസ് ചെയിൻ റൂൾ പാരാമെട്രിക് എന്നുള്ളത്. ഇനി പറയുന്നത് 14 ടൈംസ് അപ്പിയർ ചെയ്ത ഹൈ കാറ്റഗറിയിലുള്ള ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 2-ലെ ഒരു ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് മാക്സിമ ഓർ മിനിമ എക്സ്ട്രീമ. സോ ഈ ഒരു ടോപ്പിക്സ് എല്ലാം നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 3-ലെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ പാർട്സ് റേഷണൽ ഫംഗ്ഷൻ എന്നുള്ളത്. അതുപോലെ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 4-ൽ വരുന്ന 16 ടൈംസ് അപ്പിയർ ചെയ്തൊരു ടോപ്പിക്കാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഏരിയാസ് ലെങ്ത് ഓഫ് കർവ്സ് എന്നുള്ളത്. ഇനി പറയുന്നത് ബ്ലോക്ക് 4-ലെ കുറച്ച് ലോവർ എലമെന്റ്സിനുള്ള ടോപ്പിക്സുകളാണ് വെക്ടേഴ്സ് വേഴ്സ് സ്കേലേഴ്സ് ഓർ കമ്പോണൻസ് സെക്ഷൻ ഫോർമുല. അതുപോലെ ഡോട്ട് ഓർ ക്രോസ് ഓർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് പെർപെൻഡിക്കുലാരിറ്റി റിസൾട്ട്സ് എന്നുള്ളത്. ഇനി ഹൈ കാറ്റഗറിയിൽ വരുന്ന ബ്ലോക്ക് 4-ലെ ഒരു ടോപ്പിക്കാണ് 3D ലൈൻ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ലൈൻ ഇക്വേഷൻസ് എന്നുള്ളത് 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി 9 ടൈംസ് അപ്പിയർ ചെയ്ത മീഡിയം കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് LPP ഫോർമുലേഷൻ കൺസ്ട്രൻസ് ഒബ്ജക്റ്റീവ് കോസ്റ്റ് മിനിമൈസേഷൻ എന്നുള്ളത്. സോ ആ ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ ഹൈ കാറ്റഗറിയിൽ വരുന്നതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകാൻ നോക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബാർ ചാർട്ടാണ്. നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് വരുന്നതെന്ന് ഈ ഒരു ബാർ ചാർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. സോ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി പോവേണ്ട ഒരു ചാപ്റ്ററാണ് ബ്ലോക്ക് 2 ആൾജിബ്ര 2 എന്നുള്ളത്. അതിന് ക്ലോസ് ആയിട്ട് റിലേറ്റീവ്ലി വരുന്ന മറ്റൊരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 കാൽക്കുലസ് എന്നുള്ളത്. അതുപോലെ പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ഏരിയയാണ് ബ്ലോക്ക് 1 ആൾജിബ്ര 1 എന്നുള്ളത്. ലീസ്റ്റ് ആയിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ബ്ലോക്ക് 4 വെക്ടേഴ്സ് ആൻഡ് 3D എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഹീറ്റ് മാപ്പ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ കളർ ഇൻറ്റൻസിക്ക് അനുസരിച്ച് ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. സോ അതുപോലെ അതിന് കൂടെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം അപ്പിയർ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെയാണ് കൗണ്ട് ഓഫ് അപ്പിയറൻസ് കാണുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം 18 ടൈം അപ്പിയർ ചെയ്തൊരു ഏരിയയാണ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3. സോ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ട് തന്നെ പോവുക. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 4-ൽ വരുന്ന ടോപ്പിക്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയയാണ്. അതുപോലെയുള്ള 14 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് 2 ബ്ലോക്ക് 2-ലെയും ബ്ലോക്ക് 3-ലെയും യൂണിറ്റ് 2. അങ്ങനെ നിങ്ങൾ ഈ കളർ കോഡിനനുസരിച്ച് കളറിൻ്റെ ഇൻറ്റൻസിക്ക് അനുസരിച്ച് ഓരോ യൂണിറ്റ്സും അതിൻ്റെ അപ്പിയറൻസ് അനുസരിച്ച് തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി പറയാൻ പോകുന്നത് കീ ഇൻസൈറ്റ് ബോക്സ് ആണ്. നമ്മുടെ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് അപ്പിയറൻസ് അനുസരിച്ച്. സോ ഫസ്റ്റ് വൺ ഇക്വേഷൻസ് ക്വാഡ്രാറ്റിക് ഓർ ക്യൂബിക് ഓർ ബൈക്വാഡ്രാറ്റിക് ഫോമിംഗ് ഇക്വേഷൻസ് ഫ്രം റൂട്ട്സ് എന്നുള്ളതാണ് 18 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്നുള്ളത് 16 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻക്ലൂഡിങ് ഡിവോറി റൂട്ട്സ് ഓഫ് യൂണിറ്റി മോഡുലസ് ഓർ കോൺജുഗേറ്റ് എന്നുള്ളത് 14 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സെഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും നോക്കിയിട്ട് തന്നെ പോവുക.
കാരണം ഇതിൽ നിന്ന് നമ്മൾ പ്രൂഫ് ഓർ ഡെറിവേഷൻ ഓർ കാൽക്കുലേഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യാറുണ്ട്. അതുപോലെ ഹൈ വെയിറ്റേജ് ഏരിയ ആണ്. ഈ 3 ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്തിട്ട് തന്നെ പോകാൻ നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാം 2021 to 2025 പേപ്പേഴ്സിൽ നോക്കിയപ്പോൾ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ പ്രോബ്ലം എന്നുള്ളത് 5 to 8 മാർക്സിനാണ് വരാറ്. സോ 14 to 18 വേർഡ്സ് വെച്ച് 4 to 8 ലൈൻ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ പ്രൂഫ് ഓർ ഡെറിവേഷൻ 5 to 8 മാർക്സിന് വരുന്നതാണ്. 6 to 12 ലൈൻസ് വെച്ച് 18 to 140 വേർഡ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അപ്ലൈഡ് വേർഡ് പ്രോബ്ലം എന്നുള്ളത് 5 മാർക്സിനാണ് വരുന്നത്. 6 to 12 ലൈൻസിൽ നമ്മളൊരു 18 to 140 വേർഡ്സ് ഗ്രാഫും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് ഗ്രാഫ് ഫോർ കൺസ്ട്രക്ഷൻ എന്നുള്ള ഏരിയയിൽ നമ്മൾ സൊല്യൂഷൻ സെറ്റ് സ്കെച്ച് ചെയ്ത ശേഷം അതിൻ്റെ ലൈൻ ഓർ ടൈം ഇക്വേഷൻ എഴുതിയതിന് ശേഷം അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 5 മാർക്സിന് വരുന്ന ഒരു ഏരിയ ആണ്. അതിന് സ്കെച്ച് ലാബിൽ ചെയ്യുന്നതിൻ്റെ കൂടെ 4 to 6 ലൈൻസ് വെച്ചിട്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി MCQ ഓർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മുടെ സാധാരണ റീസെന്റ് പേപ്പേഴ്സിലൊന്നും കണ്ടിട്ടില്ല. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലം ഓർ ഡോമിനന്റ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ ഫ്ലുവൻസിക്ക് അനുസരിച്ചാണ് അവർ നോക്കുന്നത്. അതായത് കമ്പ്യൂട്ട്, റിവാലുവേറ്റ്, സോൾവ് എന്നുള്ള ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക. ഇന്റഗ്രൽസ്, ഇക്വേഷൻസ്, വെക്ടേഴ്സ്, ഏരിയാസ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് 5 മാർക്കിനാണ് മോസ്റ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് വരാറ്. സോ 7 to 8 മൾട്ടി സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും ഐഡൻറ്റിറ്റീസും ആൻഡ് ഫൈനൽ വാല്യൂവിൻ്റെ കൂടെ നമ്മുടെ സക്സൻറ്റ് വർക്കിംഗ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 4 to 8 ലൈൻസ് ടിപ്പിക്കലി എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. ഇനി പ്രൂഫ് ഓർ ഡെറിവേഷൻ കേസ് ആണെങ്കിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ ലോജിക്കൽ സ്ട്രക്ചറും ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ ഷോ ദാറ്റ് പ്രൂവ് ഓർ PMI എന്നുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് നമുക്ക് വരാറ്. സോ 5 മാർക്സിനാണ് കോമൺലി ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കാണാറ്. സോ 7 to 8 ലൈൻസ് വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. 16 to 12 ലൈൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്ത് അതുപോലെ റീസൺസ് വെച്ചിട്ട് സ്റ്റെപ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തിയറം, ലെമ്മാസ് ഒക്കെ അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. ലാസ്റ്റ് ഒരു ആൻസർ ഉള്ളത്, ലാസ്റ്റ് കൺക്ലൂഷൻ ഉള്ളത് നമ്മൾ ഒരു ക്ലിയർലി ബോക്സിൽ തന്നെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയുള്ളത് അപ്ലൈഡ് വേർഡ് പ്രോബ്ലം. നമ്മൾ LP മോഡലിംഗ് കേസാണ്. സോ നമ്മുടെ വേരിയബിൾസിന്റെ ഫോർമുലേഷൻ, കൺസ്ട്രൻസ്, ഒബ്ജക്റ്റീവ്, അതുപോലെ ഫീസിബിൾ റീജിയൻ റീസണിങ് എന്നുള്ളതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്കെച്ചിങ് വേണ്ട ടൈം ആണെങ്കിൽ സ്കെച്ച് ചെയ്യുക. ദെൻ 5 മാർക്സിനാണ് ടിപ്പിക്കലി ചോദിക്കാറ്. സോ നമ്മൾ അതിൽ കൊടുക്കേണ്ട നമ്മുടെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണം, അതുപോലെ നമ്മുടെ കൺസ്ട്രെയിൻസ് എഴുതണം, അതുപോലെ നമ്മൾ ഫീസിബിളി കോർണേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. ഇനി ഒപ്റ്റിമം കമ്പ്യൂട്ട് ചെയ്തത് എഴുതണം. അതുപോലെ അതിൻ്റെ കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഗ്രാഫ് ഫോർ കൺസ്ട്രക്ഷൻ കേസിലാണെങ്കിൽ നമ്മൾ അൾജിബ്ര ട്രാൻസ്ലേഷൻ അതുപോലെ ജിയോമെട്രി ഇനീക്വാളിറ്റീസ് കേസാണ് നോക്കുന്നത്. സോ സൊല്യൂഷൻ റീജിയൻ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ വെക്ടർ ആൻഡ് കണ്ടീഷൻ ഇക്വേഷൻ, ലൈനിലെയും പ്ലെയിനിലെയും ഒക്കെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. 5 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ്. സോ ആദ്യം നമ്മുടെ ഇക്വേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളും ചെറുതായിട്ട് ഒന്ന് ലേബൽ ചെയ്തിട്ട് മിനിമൽ പ്രോസ് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ആവറേജ് മാർക്സ് ആണ് കഴിഞ്ഞ
5 സെഷൻ പേപ്പേഴ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ വരുന്നത്. അതുപോലെ അതിൻ്റെ ടോട്ടൽ ഷെയർസ് എത്രയാണെന്നാണ് പറയുന്നത്. സോ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 2-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്കിൽ വന്നിട്ടുള്ളത്. അൺമാപ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് 19.6 ടൈംസ് ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ ഷെയർസിൻ്റെ കാര്യത്തിലും അൺമാപ്ഡ് കേസിൽ നിന്നാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. സോ 11.6 മാർക്സിന് വന്നിട്ടുള്ള ബ്ലോക്ക് 2 നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 4 വെക്ടേഴ്സ് ആൻഡ് 3D or LPP എന്നുള്ളത് ആവറേജ് മാർക്കിന് വന്നിട്ടുണ്ട്. ഇത് ബ്ലോക്ക് 4 നമ്മുടെ 25 മാർക്സിന് ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഡിസംബർ 2022 ബ്ലോക്ക് 2-ൽ നിന്ന് 34 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജൂൺ 2022 ബ്ലോക്ക് 3-ൽ നിന്ന് 14 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് ആവറേജ് മാർക്കിന് നമുക്ക് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് കവർ ചെയ്തിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പും പേപ്പറിന്റെ വെയിറ്റേജിൽ എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇയർലി പെർസെൻറ്റേജ് വെയിറ്റേജ് വരുന്നത് നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലാണെന്ന് ഈ ഒരു വിഷ്വലൈസേഷൻ നിന്ന് മനസ്സിലാവുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രൂഫ് ഫോർ ഡെറിവേഷൻ കേസാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അപ്ലൈഡ് ഒരു വേർഡ് പ്രോബ്ലം. ആൻഡ് ആഫ്റ്റർ ലിസ്റ്റിൽ വരുന്നത് ഗ്രാഫ് ഫോർ കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഏരിയയാണ്. സോ ന്യൂമറിക്കൽ ഒരു പ്രോബ്ലം കേസ് നമ്മൾ എന്തായാലും എഴുതി പോവേണ്ട ഒരു ഏരിയയാണ്. നെക്സ്റ്റ് വൺ പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് കാണുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലം എന്നുള്ളത് ഓരോ സെഷനിൽ നിന്നും 77% പേപ്പർ വെയിറ്റേജിൽ വരുന്നുണ്ട്. സോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചൊക്കെ സാധാരണ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നുള്ളൊരു കേസ്. നെക്സ്റ്റ് വൺ പ്രൂഫ് ഫോർ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ഡിസംബർ 2024 സ്പൈക്ക് ചെയ്തിട്ട് കാണുന്നു. അതായത് നമ്മുടെ PMI ആൻഡ് തിയറി ലീനിയം പ്രോംസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ. സോ അതിന് 5 സെഷൻ ആവറേജിൽ നിന്ന് 23% ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി LP ഓർ മോഡലിംഗ് എന്നുള്ളത് നമുക്ക് ഇന്റർമീഡിയറ്റ്ലി അപ്പിയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലേബർ കോസ്റ്റ് ഓർ റിട്ടേൺസ് പ്ലാനിങ് എന്നുള്ള കേസസ് ഒക്കെ നമ്മൾ ആവറേജ് ഷെയർ 2% ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഹൈ ലിവറേജ് ഐറ്റംസിലും നമുക്ക് പ്രസന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു 100 മാർക്ക് പേപ്പറിന് 3 ഹവർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ന്യൂമറിക്കൽ പ്രോബ്ലം കേസിന് ഒരു 140 മിനിറ്റ്സ് വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പ്രൂഫ് ഫോർ ഡെറിവേഷൻ കേസൊക്കെ ഒരു 40 മിനിറ്റ്സ് വെച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലാസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് നമ്മളെ ഗ്രാഫ് ഫോർ കൺസ്ട്രക്ഷൻ, LP ഇതൊക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ഒരു ടൈമാണ്. നെക്സ്റ്റ് 10 to 15 മിനിറ്റ്സ് എല്ലാം ലാസ്റ്റ് ഒരു സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സബ് പാർട്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൈ സർട്ടൺലി ന്യൂമറിക്കൽസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ പ്രൂഫ്സ് ഓർ LP ഗ്രാഫ്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ബേസ് ബാലൻസ് ചെയ്തിട്ട് ഒരു ക്ലീൻ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് യൂണിറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ക്വിക്ക് റിവിസിറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് റീസെന്റ് സെഷനിൽ നല്ലൊരു മാർക്സ് നേടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ടിപ്സും കാര്യങ്ങളാണ്. ഇനി തന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് റിക്കറിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, യൂസിങ് ഡിറ്റർമിനൻസ് ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് എന്നുള്ള വേർട്ടിസസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഏരിയ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 3 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിച്ച് തന്നെ പോവാം. നെക്സ്റ്റ് വൺ, സോൾവ് ചെയ്യാനാണ്. ക്രമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ഏരിയ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് റൂട്ട്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി യൂസ് ഡിമോറിസ് തിയറം ടു കമ്പ്യൂട്ട് +i³ - 2 എന്നുള്ളത് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ ത്രൂ എന്ന് പറഞ്ഞിട്ട് ലൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെക്ടറും കാർട്ടീഷ്യൻ ഇക്വേഷൻസും ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ടൈംസ് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കർവ് ഫ്രം 0,3 to 2,4 എന്നുള്ളത് 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി തന്നിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ എത്ര ടൈംസ് വന്നിട്ടുണ്ടെന്നും പറയുന്നു. ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു.
അതിൻ്റെ ആവറേജ് മാർക്സ് 5.0 വരുന്നുണ്ട്. സോ ഇത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതെല്ലാം നോക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പൈ ചാർട്ടാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കൊരു 7% ടോപ്പ് റിപ്പീറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൾ അതർ ക്വസ്റ്റ്യൻസ് നമുക്ക് 93% കൂടിയും കാണിക്കുന്നു. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. നമ്മൾ എങ്ങനെയാണ് ഈ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡ്രിൽ അണ്ടർ ടൈം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അതായത് അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ടൈമിനനുസരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 5 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഔട്ട്ലൈന് പ്രിപ്പയർ ചെയ്യുക. ദെൻ 10 to 12 മിനിറ്റ്സ് വെച്ചിട്ട് ഫുൾ സൊല്യൂഷൻ നമ്മുടെ എഴുതാം. അതിൽ നമ്മൾ സ്റ്റെപ്സ് എല്ലാം അനോട്ടേറ്റ് ചെയ്യണം. അതിന് മെത്തേഡ്സ് അനുസരിച്ച് തന്നെ മാർക്കിനനുസരിച്ച് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മളെ ക്രേമർ, ഡിമോറി, ഏരിയ വി ഡിറ്റർമിനന്റ്, ലൈൻ ഇക്വേഷൻസ്, കീപ്പ് അതിനൊക്കെ നമ്മളൊരു 1 പേജ് ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. അതായത് ഫോർമുലാസ്, സ്റ്റെപ്സ്, ചെക്ക്ഡ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സാമ്പിളും കൂടിയും കൂട്ടിയിട്ട് നമ്മുടെ കറക്റ്റ് ഒരു മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട്, സൊല്യൂഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാം. ടെംപ്ലേറ്റ് ഒക്കെ റെഫർ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവാം. നെക്സ്റ്റ്, വേരി പാരാമീറ്റേഴ്സ് ആഫ്റ്റർ മാസ്റ്ററി. നമ്മളോട് ഒരു ബേസ് ഫോം, നമ്മുടെ ഫിക്സ്ഡ് വേർട്ടിസസ് ഓർ റൂട്ട്സിനൊക്കെ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ബേസ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുക. അതുപോലെ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുന്നത് എൻഷുർ ചെയ്യാം. നമ്മുടെ മെമ്മറി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാതും ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സൊല്യൂഷനിൽ കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി തന്നിട്ടുള്ള ഒരു പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിളാണ്. നമ്മളിപ്പോൾ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്സും എത്രത്തോളം പ്രോബബിലിറ്റിയിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂണിറ്റ് 3 ഇവാലുവേറ്റ് ഇൻ്റഗ്രൽസ് എന്നുള്ളത് 100% പ്രോബബിലിറ്റി കാണിക്കുന്നു. ഹൈ കാറ്റഗറിയിലാണ്. അതേ കാറ്റഗറിയിൽ വരുന്ന 83% വരുന്ന ഒരു ടോപ്പിക്കാണ് AP or GP or AGP sums or special series എന്നുള്ളത്. ഇനി വരുന്ന മീഡിയം കാറ്റഗറിയിൽസ് വരുന്ന കുറച്ച് ടോപ്പിക്സുകളാണ്. 67% വരുന്നതാണ് PMI proofs, form or transform quadratic, linear or absolute value inequalities, region or arc length എന്നുള്ളത്. അതുപോലെ 50% വരുന്ന ഇൻവേഴ്സ് നോർമൽ ഫോം via ERO, റാങ്ക് or ഡിമോറി, റൂട്ട്സ് ഓഫ് യൂണിറ്റി or മോഡുലസ് or മാക്സിമ or മിനിമ, മോണോട്ടോണിസിറ്റി എന്നുള്ളതൊക്കെ. അതുപോലെ 50% വരുന്ന ആംഗുലർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ്, അപ്ലിക്കേഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിയ ഡിറ്റർമിനന്റ്. ലോ കാറ്റഗറിയിൽ വരുന്ന 33% പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഏരിയ ബിറ്റ്വീൻ കർവ്സ്, സിസ്റ്റംസ് വിയ ക്രാമേഴ്സ് റൂൾ, വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് എ ലൈൻ എന്നുള്ളതൊക്കെ. ഇനി തന്നിട്ടുള്ള ഓരോ ഫുട് നോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. ഇൻറ്റഗ്രേഷൻ ടെക്നിക് എന്നുള്ളത് 6x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതായത് എല്ലാ പേപ്പറിലും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഇൻറ്റഗ്രേഷൻ ടെക്നിക്സ് എന്നുള്ളത്. ദെൻ സീക്വൻസ് ഓർ സീരീസ് എന്നുള്ളത് 5x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് PMI എന്നുള്ളത് 4x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഫ്രം റൂട്ട്സ് എന്നുള്ളത് 4x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഇനീക്വാളിറ്റീസ് എന്നുള്ളതും 4x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് ആർക്ക് ലെങ്ത് എന്നുള്ളത് 4x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് 4x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. മെട്രിസസ് എന്നുള്ളത് 3x6 പേപ്പേഴ്സിലാണ് വന്നിട്ടുള്ളത്. കോംപ്ലക്സ് നമ്പേഴ്സ് 3x6 പേപ്പേഴ്സ്. ആൻഡ് മാക്സ് ഓർ മിനിമം എന്നുള്ള 3x6 പേപ്പേഴ്സ്. ആംഗുലർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 3D ലൈനിൻ്റെ ഒക്കെ റിലേഷൻ കാണുന്നത് 3x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഏരിയ വിയ ഡിറ്റർമിനന്റ് എന്നുള്ളത് നമ്മുടെ സെയിം വേർട്ടെക്സ് സെറ്റിൽ റീഅപ്പയർ ചെയ്യുന്ന കേസസ് ഒക്കെ 3x6 പേപ്പേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ തന്നിട്ടുള്ള പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് ഇൻറ്റഗ്രേഷൻ ടെക്നിക്സ് സീക്വൻസസ് ഓർ സീരീസ് എന്നുള്ളത്. നമ്മളൊരു ക്രിപ്പ് ഷീറ്റ് ഫോർമുല ബിൽഡ് ചെയ്തിട്ട് 30 മിനിറ്റ് ഡെയിലി ഡ്രിൽസ് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. ആൻഡ് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റീവർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഒരു ടീച്ച് ബാക്ക് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ അതിൻ്റെ ഇത്ര ടൈം 10 to 10 മിനിറ്റ്സ് നമ്മൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
PMI, quadratic formation, inequalities, arc length, LP, matrices, complex, max mean, 3D ലൈൻ റിലേഷൻസ്, ഏരിയ വിയർ ഡിറ്റർമിനന്റ് എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവാം. അതിൻ്റെ ഒരു ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കാം. അതുപോലെ പ്രൂഫ്സും കാര്യങ്ങൾക്കൊക്കെ 5 മിനിറ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് 10 to 12 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലോ കാറ്റഗറിയിൽ വരുന്ന ഏരിയാസ് ആണ് ഏരിയ ബിറ്റ്വീൻ കർവ്സ്, ക്രാമർ സ്പെസിഫിക് സെറ്റ്, ലൈൻ ഇക്വേഷൻ ഫോം എന്നുള്ളത്. അതൊക്കെ നമ്മളൊരു 2-3 പ്രോബ്ലംസ് പെർ വീക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ പോവാം. ഒരു ജനറൽ മെത്തേഡിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 100 മാർക്കിന് 3 hour വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൾസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഇവാലുവേറ്റ്. ഈ ഒരു ഫംഗ്ഷനിങ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഒരു GP തേർഡ് ടേം ആയിട്ട് തന്നിട്ടുണ്ട്, 6th ടേം തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം കോമൺ റേഷ്യോയും കാണാൻ പറയുന്നു. നെക്സ്റ്റ് ഡിമോറിയസ് തിയറം യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ തന്നിട്ടുള്ളത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇനീക്വാളിറ്റി സോൾവ് ചെയ്തിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ റിയൽ ലൈനിൽ സൊല്യൂഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ റൂട്ട്സ് ആർ തന്നിട്ടുണ്ട്. ദെൻ ഇൻ്റഗ്രൽ കോഎഫിഷ്യൻസ് വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. നെക്സ്റ്റ് വൺ ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 2ലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ റോ ഓപ്പറേഷൻസ് വെച്ചിട്ട് A ഇൻവേഴ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ AGP തന്നിട്ടുണ്ട്. സോ അതിൻ്റെ SN കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ W തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡ് W ആർഗ്യുമെന്റ് W കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് A+IB ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 3ലേക്ക് വരുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ f(x) തന്നിട്ടുണ്ട്. അത് ഇന്റർവെൽ ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസും കാണാനും ലോക്കൽ എക്സ്ട്രീമ കണ്ടുപിടിക്കാനും പറയുന്നു. ദെൻ ഏരിയ ഓഫ് ദ റീജിയൻ കാണാനാണ് പറഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിൽ. പിന്നെയുള്ള ക്വസ്റ്റ്യനിൽ y തന്നിട്ടുണ്ട്, നമുക്ക് ഷോ ദാറ്റ്, ഈ ഒരു ഫംഗ്ഷൻ ഷോ ദാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 4ൽ നമ്മുടെ വെക്ടേഴ്സ് എയും ബിയും തന്നിട്ടുണ്ട്. അത് ബിറ്റ്വീനുള്ള ആംഗിൾ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വെക്ടറും കാർട്ടീഷ്യൻ ഇക്വേഷനും കണ്ടുപിടിക്കണം, ലൈന് തന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് തന്നിട്ടുള്ളത്. സോ ഡ്രോ ചെയ്യാൻ ഒപ്റ്റിമം പോയിന്റ് കാണാനുണ്ടാവും. ആൻഡ് Pmax കാണാനും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡീത്ത് ക്വസ്റ്റ്യൻ ഷോർട്ട് ഡിസ്റ്റൻസ് കാണാനാണ്, ലൈൻസിൻ്റെ ഇടയിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസ്. ഇനി ക്വസ്റ്റ്യൻ 5ൽ എന്താണ്, ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് A of ABC, B of BCA ആൻഡ് C of CAB എന്നുള്ളത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോയിന്റ്സ് കൊളീനിയർ ആണെന്നുള്ളത്, ഡിറ്റർമിനന്റ് ഈ മെട്രിക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് കൊളീനിയർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കേസും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മളോട് ഈ ഒരു ഫീസിബിൾ റീജിയൻ സോൾവ് ചെയ്യാനും അത് സ്കെച്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഇതിന് ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ ലാൻഡ്വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇനി വരുന്ന എക്സാമിന് കറക്റ്റായിട്ട് തന്നെ എല്ലാം പഠിച്ച് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.